മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസിയുടെ മരണത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. മൗസിയുടെ മൊബൈൽ ഫോൺ മരിക്കുന്നതിന്റെ തലേ ദിവസം ആൺ സുഹൃത്ത് എടുത്തുകൊണ്ടുപോയതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. ഒളിവിലുള്ള ആൺ സുഹൃത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇതിനിടയിൽ ഈ കുട്ടിയുടെ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടിയും ന്യൂസ് ലൈറ്റിൽ ലഭ്യമായിട്ടുണ്ട്. അത് സംബന്ധിച്ച പ്രതികരണത്തിൽ പെരുമാറ്റമൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, ഫുൾ ആക്റ്റീവായി നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് വർക്ക് ചെയ്യുന്നു, നല്ല സിൻസിയർ ആയിരുന്നു. നമുക്ക് പൈസയൊക്കെ നമുക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റിയ ഒരാളായിരുന്നു മൂസ. അച്ഛനും പറയുന്നു ജോലി നിർത്തേണ്ടതായിട്ട് തിരക്ക് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മെല്ലെ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കി. ഒരു കുറച്ച് 10 ദിവസം ഗ്യാപ്പ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിർത്താൻ വേണ്ടി. പിന്നെ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ എപ്പോഴും ബിസിയാണ്. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ വയനാട്ടിലാണെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോഴും അന്ന് ഞാൻ വയനാട്ടിൽ പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ചിലപ്പോഴേ വരലുണ്ടാവുള്ളൂ. പിറ്റേന്ന് ഒരു ദിവസം വൈകുന്നേരം അനിയന് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, പിറ്റേന്നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയന് ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ട്യൂഷൻ എടുക്കാൻ ഇനി ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് ഇതിൻ്റേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ആളായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് മാറി. അത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോടൊക്കെ നല്ല സൗഹൃദമായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ മുറിച്ചു. പെട്ടെന്ന് ഈ സൗഹൃദ ബന്ധമൊക്കെ നല്ല രീതിയിലുള്ള കമ്പനിയായിരുന്നു. ഞാൻ എൻ്റെ അനിയൻ ഷോപ്പിലെല്ലാവരും ഏറ്റു. പിന്നെ ഒരു മെല്ലെ ഒഴിഞ്ഞു മാറി. പിന്നെ യുവാവാനുള്ള സൗഹൃദത്തെക്കുറിച്ച് ഇല്ല, എനിക്കറിയില്ലായിരുന്നു. ഈ ഏകദേശം ജനുവരി തുടക്കത്തിലൊക്കെ അനിയൻ പറഞ്ഞ് ഞാൻ ചോദിച്ച അനിയനോട് ഈ മൗസേനെ കാണാനല്ലോ എന്ന്. അപ്പോൾ കാണാനല്ലോ എന്ന് ചോദിച്ചപ്പോൾ അനിയൻ പറഞ്ഞ് കാറ് പോകുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഷോപ്പിലുള്ള റഫീഖ് എന്ന് പറഞ്ഞ സ്റ്റാഫുണ്ട്, മൂപ്പരാളും എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈപ്പാസിലൊക്കെ ചെക്കന്മാരപ്പനെ കാണാൻ പറഞ്ഞു. പിന്നെ ഒരു 4-5 ദിവസം മുമ്പ് രാത്രി 11 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പിൻ്റെ സ്പെയർ ചാവി ഇവിടെ ഷോപ്പിൽ വെക്കുന്ന വണ്ടീനുള്ളിലായപ്പോൾ പോയപ്പോൾ അച്ഛൻ ആ ചാവി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവള് കാറ് പോകുന്നുണ്ട് കണ്ടുന്നത് ആ രാത്രി. മറ്റേ കാറ് തന്നെയാണ് ആ കാറിന് അച്ഛന് പ്രായമുള്ള ആളാണ്. അപ്പം അച്ഛന് കാറൊന്നും അങ്ങനെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല ഏതാ കാറെന്നുള്ളത്. ഹോണ്ട സിറ്റി കാറിൽ ഇവിടെ കണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് കാർ കണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇതുവരെ ഇവള് കാറ് പോണ കണ്ടിട്ടില്ല. ഇയാൾ ഇവളെ ഒരുമിച്ചിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ. കണ്ടിട്ടുണ്ട്. ഈ ആൾ വന്ന ശേഷമാണ് ഒരുപക്ഷെ നിങ്ങളോടൊക്കെ വലിയ കമ്പനിയാണ്. നല്ല കമ്പനി, എന്നോടും എൻ്റെ അനിയനോടൊക്കെ നല്ല കമ്പനിയായിരുന്നു. പിന്നെ മെല്ലെ ഒഴിഞ്ഞ് പിന്നെ വലിയ ഒഴിച്ചിലായി, വലിയ രീതിയിൽ ഒഴിയാൻ തുടങ്ങി, ഉൾവലിഞ്ഞു തുടങ്ങി. ആദ്യം അങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ എന്ന് ചോദിച്ചാൽ മാത്രം മറുപടി പറയുന്ന രീതിയിലേക്കായി കടയിൽ തന്നെ. ആളെങ്ങനെ നല്ല ബോൾഡായിരുന്നു ഈ ആളുകളോട് ഇടപഴകാനൊക്കെ? ആളെന്ന് പറഞ്ഞാൽ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റിയ ആളാണ്. കൗണ്ടറിൽ ഇരുന്നിട്ട് ഒരു കസ്റ്റമേഴ്സിനോടൊന്നും മുഷിപ്പിക്കില്ല ഒരു രീതിയിലും. സ്ഥാപനമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ സ്ഥാപനത്തിൽ എന്തെങ്കിലും സാധനം നഷ്ടം വരികയാണെങ്കിൽ അത് സ്വന്തം മുതലുമായിട്ട് തന്നെ ഒരു പെരുമാറൊക്കെ ചെയ്യാം. വേറെ ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ മാതിരിയല്ലായിരുന്നു. അപ്പം മുതലാളിയാണെന്നുള്ള രീതിയിലൊന്നല്ല നമ്മളോട് പെരുമാറാം. ഈ കുട്ടി ഇങ്ങനെ സ്വന്തം ഇതിന് പെട്ടെന്നൊരു ആത്മഹത്യ വിചാരിക്കുന്നുണ്ട്? അങ്ങനെയല്ലേ, വലിയൊരു പ്രഷർ ഇതിൻ്റെ ബാക്കിലുണ്ടാവും വലിയ രീതിയിൽ. അല്ലെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. പിന്നെ ഇവളെ അച്ഛനെയൊക്കെ ആയിട്ട് ഇവള് വലിയ അടുപ്പത്തിലായിരുന്നു. ഇവളച്ഛൻ എപ്പോഴും എന്നോട് ഇവളെ അച്ഛൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അച്ഛൻ അങ്ങനെയാണ്, എൻ്റെ അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കി തരും വീട്ടിൽ പോകുമ്പോൾ. അച്ഛൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രഷർ ഇല്ലാണ്ട് അങ്ങനെ സൂയിസൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നേയില്ല. കല്യാണം കഴിഞ്ഞ ഒരാളായിട്ടായിരുന്നു അടുപ്പമൊന്നും അറിഞ്ഞു കാണത്തില്ലായിരിക്കും. അതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമില്ല. അത് ന്യൂസിലൊക്കെ ഇപ്പോൾ കേട്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളാണ് രണ്ടാമത് ഇവളായിട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നുള്ളത്. ഒരു പ്രഷർ ഇല്ലാതെ കുട്ടി വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതിൻ്റെ ബാക്കിലുണ്ടാവും. ഇപ്പോൾ സൂയിസൈഡ് ചെയ്ത ടൈമിൽ ഫോണില്ല എന്ന് പറഞ്ഞു കയ്യിൽ. അതൊക്കെ ഞാൻ ആ കാർ തന്നെ ക്രിമിനൽസ് കൊണ്ടെടുക്കുന്ന രീതിയിൽ ദുരൂഹത ആ കാറിൻ്റെ ഫോട്ടോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ജനുവരി ടൈമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഹോണ്ട സിറ്റി കാർ. ആ കാറിലാണ് ഇവിടെ നടക്കണമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ചെക്കൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോ കാണിച്ചിരുന്നു, ഇതാ കാർ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ കാർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു
പ്രശ്നം ആൾട്ടർ ചെയ്ത കാറ്. ഇല്ല, ആ ഫോട്ടോയിൽ ആളൊന്നുമില്ല. വെറും കാറിൻ്റെ മാത്രം ഫോട്ടോ ഉള്ളത്. നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ച് വെച്ച ഫോട്ടോ ഉള്ളത്. നമ്പർ പ്ലേറ്റ് ഇപ്പോൾ എറേസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇത് ഇപ്പോൾ സംസാരിച്ചത് ഈ മരണപ്പെട്ട പെൺകുട്ടി ജോലി ചെയ്തിരുന്ന, താൽക്കാലികമായി പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന കടയുടെ ഉടമസ്ഥനാണ്. ഈ ആൺ സുഹൃത്തുമായുള്ള ബന്ധത്തിന് ശേഷമാണ് അകൽച്ച ഉണ്ടാവുന്നത്, അവരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുന്നത് എന്നൊക്കെയാണ് ആ കട ഉടമ കൂടി പറയുന്ന കാര്യം. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട ബന്ധമാണ്. ആൺ സുഹൃത്ത് ഇപ്പോൾ ഒളിവിലുള്ള അയാളെ കണ്ടെത്തുകയാണ്. അതിലേക്ക് തന്നെ ദുരൂഹത അല്ലെങ്കിൽ സംശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നതല്ലേ ഈ നമുക്ക് നൽകുന്ന ഈ പ്രതികരണത്തിലും വ്യക്തമാവുന്നത്? തീർച്ചയായും നമ്മൾ സഹപാഠികളുമായും പോലീസുമായൊക്കെ സംസാരിച്ചപ്പോഴും ഈ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം വളരെ ആക്റ്റീവായി ആളുകളോടൊക്കെ നന്നായി ഇടപഴകിയിരുന്ന കുട്ടിയാണ്. പക്ഷേ കഴിഞ്ഞ നവംബർ മുതൽ പൊതുവെ ഉൾവലിയുന്ന അല്ലെങ്കിൽ മറ്റ് സൗഹൃദങ്ങളൊക്കെ ഏതാണ്ട് അവസാനിപ്പിച്ച് സ്വന്തം തുരുത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നമ്മോട് നേരത്തെ സംസാരിച്ച യുവാവ് ആ കടയുടെ ഉടമയാണ്. അദ്ദേഹവുമായൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഒക്കെ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഈ ഷോപ്പിൽ നിന്ന് പോകുന്നു. കാരണം കഴിഞ്ഞ ജൂൺ മുതൽ നവംബർ വരെ ആ കുട്ടി ഈ കടയിൽ പാർട്ട് ടൈമായി ബില്ലിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നതാണ്. വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള കുട്ടിയാണെങ്കിലും ജോലി ചെയ്യുക എന്ന ഒരു ഡ്യൂട്ടി ആ കുട്ടി ചെയ്തിരുന്നു. പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും കൃത്യമായി ആ ജോലി നോക്കിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. പക്ഷേ നവംബർ മുതൽ കൃത്യമായി തന്നെ മറ്റ് സൗഹൃദങ്ങളിൽ നിന്നും അകൽച്ച പാലിക്കുന്നു. ഈ ഷോപ്പിലേക്ക് ജോലിക്ക് വരാതാവുന്നു. മറ്റു കൂട്ടുകാരികളുമായി പോലും അടുക്കാത്ത അവസ്ഥയിൽ മുറിയിലെത്തിയാലും നേരത്തെ താമസിച്ച ഒരിടത്തു നിന്നും മാറി പുതിയൊരിടത്തേക്ക് മാറി താമസിക്കുന്നു. അവിടെ എത്തിയാലും പൂർണ്ണ സമയമായി മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്ന് ആ ഫോൺ വിളി പോലുള്ള കാര്യങ്ങളിലേക്ക് മുഴുകുന്നു. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ആ കുട്ടി മാറുന്നു. അത് തീർച്ചയായും ഈ കോവൂർ സ്വദേശിയായ യുവാവിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ ചെലുത്തിയ പ്രഭാവം മൂലമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. ഒരുപക്ഷെ അയാൾക്ക് മറ്റു സൗഹൃദങ്ങൾ ഈ കുട്ടിക്കുള്ളത് ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇതിനൊക്കെ ഒടുവിലാണ് ഈ കുട്ടി വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും ഒക്കെയുള്ള വിവരം ഈ മൗസ അറിയുന്നത്. അത് അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഇരുവരും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി എന്നും ഈ സഹപാഠികളായ അല്ലെങ്കിൽ ഈ മുറിയിൽ ഈ വീട്ടിൽ താമസിക്കുന്ന സഹപാഠികൾ മൊഴി നൽകിയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഫോൺ എടുത്തുകൊണ്ടുപോയി ഈ മരിക്കുന്നതിൻ്റെ തലേദിവസം. അതേ തുടർന്ന് വലിയ ഒരു നിരാശയിലേക്ക് ആ കുട്ടി പോയിരുന്നു. രാവിലെ കലോത്സവത്തിൽ പങ്കെടുക്കാനായി കോളേജിൽ പോകുന്നു. അവിടെ നിന്നും തിരിച്ച് ഉച്ചയോടുകൂടി മടങ്ങുന്നു. പിന്നീട് കുട്ടികൾ തിരഞ്ഞെത്തിയപ്പോൾ കഥ കടച്ചിട്ടിരിക്കുന്നു. പിന്നീട് ചവിട്ടി പൊളിക്കുന്നു. ഇതിനുശേഷമാണ് ഈ മൃതശരീരം കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആ യുവാവാണ് ഇതിൻ്റെ ഒരു പിന്നിലെ പ്രേരണ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്. യുവാവുമായി പലപ്പോഴും യാത്രകൾ പോകാറുണ്ടായിരുന്നു. ആ യുവാവിൻ്റെ കാറിൽ വെച്ച് പല സഹപാഠികളും ഇവരെ കണ്ടിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും അന്വേഷണം അയാളിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഈ മരണം നടന്ന അന്ന് തന്നെ വൈകിട്ട് പോലീസ് ഇയാളുടെ വീട്ടിലും മറ്റിടങ്ങളിലും എത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, യുവതിയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സജിത്ത്. യെസ്, എവിടെയാണ് ഈ ആൺ സുഹൃത്ത് എന്നതാണ് ചോദ്യം. പോലീസിൻ്റെ അന്വേഷണവും അവിടേക്കാണ്. മരണപ്പെട്ട മൗസയുടെ മൊബൈൽ ഫോണടക്കം ഇയാൾ എടുത്തുകൊണ്ടുപോയി എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം ഏറെ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. ആത്മഹത്യ എന്ന പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിന് അപ്പുറം ഇനി ആത്മഹത്യ തന്നെയാണെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടായോ, പ്രേരണയ്ക്ക് മറ്റെന്തെങ്കിലും ഉണ്ടായോ, അങ്ങനെ ഈ ആൺ സുഹൃത്തിലേക്ക് അന്വേഷണം നീളുന്നു എന്നതാണ് നിലവിലുള്ള സാഹചര്യം. അത് സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണം നിർണായകമാണ്. എന്തായാലും ആൺ സുഹൃത്ത് വീണ്ടും സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്നതാണ് ന്യൂസ് 18 അല്പസമയം മുമ്പ് പുറത്തുവിട്ട ആ പ്രതികരണത്തിലും വ്യക്തമാവുന്നത്.